അപ്പൊ നല്ലൊരു ജേർണി അതല്ലേ. പോകാത്തവർക്കൊക്കെ നല്ലൊരു എന്താ പറയാ പോയതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. യുനോ ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് തുടങ്ങിയത് 1996 നിയർ ടു ക്രീക്ക് സൈഡ് ഓപ്പോസിറ്റ് ദുബായ് മുനിസിപ്പാലിറ്റി. അവിടെ ആദ്യമായിട്ട് കുറച്ച് കടകൾ കിയോസ്ക് പോലെ കുറച്ച് കടകൾക്ക് ഇട്ട് ഇവരിങ്ങനെ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ ലേറ്റർ നൗ ഇറ്റ് ഇസ് വാസ്റ്റ് ആൻഡ് ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലാണ് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. അറിയപ്പെടുന്ന യെസ്. അപ്പൊ നമുക്ക് വിചാരിച്ചു നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം ലീഷർ ആൻഡ് ടെന്റ് പ്രൊജക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഗ്ലോബൽ വില്ലേജ്. തീർച്ചയായും മേക്ക് ദിസ് ആസ് യുവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അടുത്ത ഈ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ എപ്പോഴും ഇട ദിവസം ആണെങ്കിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുടെ തിരക്കൊക്കെ കുറവായിരിക്കും. അപ്പൊ എന്തായാലും ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ SMS വീണ്ടും അയക്കുക. ഒന്നുമല്ല, എളുപ്പമായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് നേടിയ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ വനിത അല്ലേ? പെൺകുട്ടി എന്നും പറയാം. പറഞ്ഞ നിങ്ങൾക്ക് ക്ലൂ ആയി. തീർച്ചയായിട്ടും ഇപ്പൊ പത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഈ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ ഒരു വാർത്തകളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനായിട്ടില്ല. അപ്പം ഡു send us SMS ഫോർമാറ്റ് ഇസ് NTV സ്പേസ് നിങ്ങളുടെ ആൻസർ സ്പേസ് യുവർ നെയിം. അപ്പം താഴെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഹു ഇസ് ദ യങ്ങസ്റ്റ് പേഴ്സൺ ടു വിൻ നോബൽ പ്രൈസ് ഇൻ 2014 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പത്രവിശേഷങ്ങളാണ്. പത്രങ്ങളിലൂടെ അപ്പൊ നമുക്കിന്ന് പത്രങ്ങളിലേക്ക് പോകാം. ഇന്ന് ഫസ്റ്റ് നമുക്കപ്പോ വായിക്കാലോ. മെയിൻ ന്യൂസ് വായിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ന് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 20, 2015 ചൊവ്വ 1190 മകരം 6. അപ്പൊ നമുക്ക് ന്യൂസിലേക്ക് പോകാം. ന്യൂസിലാണ് കുറെ വാർത്തകളൊക്കെ ഉണ്ട് അല്ലെ. അതിൽ മെയിൻ ആയിട്ട് ഒന്നുള്ളത് കോഴ ഫോൺ സംഭാഷണങ്ങൾ പുറത്ത്, ശബ്ദരേഖയിൽ തീ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തലക്കെട്ടൊക്കെ ആട്ടോ. സ്വർണ്ണക്കടക്കാരിൽ നിന്ന് KM മാണി 19 കോടി വാങ്ങിയെന്ന് പിള്ള. ആരോപണം ഉന്നയിച്ച ബിജുവിന് PC ജോർജിന്റെ പരോക്ഷ പിന്തുണ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബാർക്കോഴ സർക്കാരിനെ വെട്ടിലാക്കി ശബ്ദരേഖ എന്നുകൊണ്ട് ന്യൂസ് ഉണ്ട്. ബാർക്കോഴ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളുമായി നേതാക്കളുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തായി. ആരോപണം ഉന്നയിച്ച് രംഗത്തു വന്ന ബിജു രമേശുമായി സർക്കാർ ചീഫ് വിപ്പ് PC ജോർജും കേരള കോൺഗ്രസ് B നേതാവ് R ബാലകൃഷ്ണപിള്ളയും സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ബാർക്കോഴ കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന ശബ്ദരേഖ UDF സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലായി ആക്കും എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ കൂടുതൽ തെളിവുകൾ ഇന്ന് കൈമാറും എന്നുകൊണ്ടൊരു ന്യൂസ് ഉണ്ട്. ബാർക്കോഴ കേസിൽ കൂടുതൽ തെളിവുകൾ ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ്. PJ ജോസഫ് സമ്മർദ്ദം ചെലുത്തിയതിന്റെയും മാണിയുടെ മേശപ്പുറത്ത് ബാറുടമ അനിമോൻ 5 കോടി രൂപ വെച്ചതിന്റെയും തെളിവുകൾ ഇന്ന് വിജിലൻസിന് കൈമാറും. മറ്റു പ്രധാന തെളിവുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും. വിജിലൻസിന് നൽകുന്ന തെളിവുകൾ ചോരുന്നുണ്ട്. അതിനാലാണ് പ്രധാന തെളിവുകൾ കോടതിയിൽ നൽകാൻ തീരുമാനിച്ചത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്തായി തീരുമെന്ന് അറിയാൻ. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് സുനന്ദ പുഷ്കറിന്റെ കൊലക്കേസ് അല്ലെ. ഇപ്പൊ സുനന്ദയുടെ കൊലപാതകം തരൂരിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. ന്യൂഡൽഹി സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ഭർത്താവ് മുൻ മന്ത്രിയുമായ ശശി തരൂരിനെ തിങ്കളാഴ്ച രാത്രി ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വസന്ത് വിഹാറിലുള്ള ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. അഡീഷണൽ DCP PS കുഷ്വാഹയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. വൈകിട്ട് ഡൽഹിയിൽ എത്തിയ തരൂർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പോലീസിന് മുന്നിൽ ഹാജരായത് എന്ന് പറഞ്ഞാൽ ന്യൂസ് അപ്ഡേറ്റ്. ആൻഡ് ഓൾസോ ക്യാൻ സീ ദ പിക്ചർ. ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വസന്ത് വിഹാറിലെ ഓഫീസിലേക്ക് യാത്രയാവുന്ന ശശി തരൂർ എന്ന് പറഞ്ഞുകൊണ്ട് യു ക്യാൻ സീ ദ പിക്ചർ ആസ് വെൽ. മറ്റൊരു ന്യൂസ്, ഓർഡിനൻസ് ഭരണം ഒഴിവാക്കും പ്രണബ്. ന്യൂഡൽഹി സാധാരണ സാഹചര്യങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കണമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി അഭിപ്രായപ്പെട്ടു. പാർലമെന്റ് പ്രവർത്തിക്കാനും നിയമ നിർമ്മാണം നടത്താനും ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 8 ഓർഡിനൻസുകൾ പുറത്തിറക്കിയിരുന്നു. പാർലമെന്റിൽ നിയമനിർമ്മാണത്തിനു കഴിയാത്തതുകൊണ്ടാണ് ഇത് വേണ്ടി വന്നത്. പാർലമെന്റ് സമ്മേളനത്തിനു ശേഷം പുറത്തിറക്കിയ ഓർഡിനൻസുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 26-ൽ നിന്ന് 49% ഉയർത്താനുള്ള ഓർഡിനൻസ്, ഭൂമി ഏറ്റെടുക്കലിന് കൽക്കരി ഖനികൾ ലേലം ചെയ്ത് നൽകുന്നതിന് അങ്ങനെ പറഞ്ഞിട്ട് കുറെ ന്യൂസ്.
അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ കുറെ ന്യൂസുകൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഭരതനാട്യത്തിൽ ജിഷ്ണു ഗോപി എന്നൊരു കൊച്ചു ഒരു കൂട്ടുകാരന്റെ കഥകളാണ് കേട്ടോ. പുള്ളിക്ക് ഒന്നിനും പൈസ ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ്, പക്ഷെ എന്നാലും അവരുടെ സ്കൂളിലൊക്കെ കുറേയൊക്കെ സംഭാവനയൊക്കെ കൊണ്ട് ഈ പഴയ കുറെ നൃത്ത വസ്ത്രങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്താണ് പുള്ളി എത്തിയത്. ബട്ട് ഹി ഡിഡ് വിൻ എ ലോട്ട്, മീൻസ് 2 A ഗ്രേഡ് ഒക്കെയാണ് നേടിയതെന്ന് പറഞ്ഞ് ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ന്യൂസ്. ആടകൾ മങ്ങിയതെങ്കിലും ആശകൾ നിറമുള്ളതല്ലേ എന്ന് തലക്കെട്ടോടെ ന്യൂസ് കൊടുത്തിരിക്കുന്ന കോഴിക്കോട്. ഇവന്റെ ഇവിടെ ആടകൾ നിറം മങ്ങിയതാണ്, പക്ഷേ തിളക്കമുള്ളതാണ് നേട്ടങ്ങൾ. ഇടുക്കിയിൽ നിന്നെത്തി സ്കൂൾ കലോത്സവത്തിൽ 2 A ഗ്രേഡുകൾ നുള്ളിയെടുത്ത ജിഷ്ണു ഗോപിയുടെ വിജയങ്ങൾക്ക് സുഗന്ധം ഏറെ. കടം വാങ്ങിയ പണം കൊണ്ടാണ് ജിഷ്ണു കോഴിക്കോട്ടെത്തിയത്. കുറച്ചു തുക സ്കൂളുകാർ നൽകി പഴയ നൃത്തവസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്തെടുത്താണ് ഭരതനാട്യത്തിന് ഉപയോഗിച്ചത്. ഇനി ലോഡ്ജ് വാടകയ്ക്ക് പണം വേണം, മേക്കപ്പ് മാന് പണം കൊടുക്കണം, തിരിച്ചു പോകുന്നതിന് വണ്ടിക്കൂലി കാണണം. എന്നാ കയ്യിലുള്ളത് തികയാതെ വന്നാൽ വലഞ്ഞത് തന്നെ എന്നൊക്കെ പറഞ്ഞ് തൊണ്ട ഇടറാതെ അച്ഛൻ ഗോപിയും അമ്മ അനീതയും ഇത് പറയാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കഷ്ടമാണ്, പക്ഷെ എന്നാലും 2 A ഗ്രേഡ് ഒക്കെ നേടി. തീർച്ചയായിട്ടും ഈ ന്യൂസ് കണ്ട് പലരും ഹെൽപ്പ് ഒക്കെ ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്, ഒരാൾ മാത്രമല്ല, ഇഷ്ടംപോലെ കുട്ടികളാണ്. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, പക്ഷെ എന്നാലും ഒത്തിരി കലയുള്ള കുറെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഇപ്പോഴത്തെ പോയിന്റ് നിലവാരം ഇങ്ങനെയാണ്. ഇപ്പൊ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത് പാലക്കാടാണ് 702 പോയിന്റ്സുമായി. അത് കഴിഞ്ഞ കോഴിക്കോട് 695, അത് കഴിഞ്ഞ തൃശ്ശൂർ, അത് കഴിഞ്ഞ കണ്ണൂർ, തൃശ്ശൂർ, മലപ്പുറം, കോട്ടയം, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി. ഇങ്ങനെയാണ് ഇന്നലെ ഉണ്ടായിരുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ, സമയപരിധി അവസാനിച്ചു, കാശ്മീരിൽ മന്ത്രിസഭാ രൂപവത്കരണം വൈകുന്നു എന്നൊരു ന്യൂസാണ്. ജമ്മു കാശ്മീരിൽ മന്ത്രിസഭയുണ്ടാക്കാൻ ഗവർണർ NN വോറ രാഷ്ട്രീയ പാർട്ടികളിൽ അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചു. BJPയുമായി ചേർന്ന് PDP സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സമയപരിധി അവസാനിച്ചപ്പോഴും അതിനുള്ള ധാരണ ഉണ്ടാക്കാൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, സച്ചിൻ എത്തി ഇന്ന് കേരളത്തിന്റെ ഓട്ടം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ദേശീയ ഗെയിംസ് കൂട്ടിയോട്ടം ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കൂട്ടായ്മയുടെ ആവേശ ചരിത്രം എഴുതി കേരളം ഇന്ന് ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ഒഴുകും. ദേശീയ ഗെയിംസിന് മുന്നോടിയായി കേരളം ഒന്നാകെ പങ്കെടുക്കുന്ന റൺ കേരള റൺ കൂട്ടയോട്ടം ഇന്ന് രാവിലെ 10:30 സംസ്ഥാനത്തെ 10,000-ഓളം കേന്ദ്രങ്ങളിൽ. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന മെഗാ റണ്ണിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പങ്കെടുക്കും. ലോക കായിക ചരിത്രത്തിൽ 1 കോടിയോളം പേർ പങ്കെടുക്കുന്ന കൂട്ടയോട്ടം ആദ്യമാണെന്ന് കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ 10:30 ഗവർണർ P സദാശിവം ഫ്ലാഗ് ഓഫ് ചെയ്യും എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഇവരുണ്ടാവും ആവേശമായതൊരു ന്യൂസും കൂടിയുണ്ട്. കൊച്ചിയിലെ മെഗാ റൺ നടൻ മോഹൻലാൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. മന്ത്രിമാരായ K ബാബു, VK ഇബ്രാഹിം കുഞ്ഞ്, അനൂപ് ജേക്കബ്, ഒളിമ്പ്യന്മാരായ TC യോഹന്നാൻ, മേഴ്സിക്കുട്ടൻ, MD വത്സമ്മ, രാധിക, സുരേഷ്, സിനിമാ താരങ്ങളായ ലാൽ, ശ്വേത മേനോൻ, അമല പോൾ, കവിയൂർ പൊന്നമ്മ, സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, ദേവൻ, അജ്മൽ അമീർ, ടിനി ടോം, ഹരിശ്രീ അശോകൻ, ബാബുരാജ്, രാജീവ് പിള്ള, അനന്യ, തെസ്നിക, നാദിർ ഷാ, അൻസിബ ഹസൻ, ഷൈൻ ടോം ചാക്കോ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ GN ഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ഒളിമ്പ്യൻ ഷൈനി വിൽസൺ, തൃശൂരിൽ മന്ത്രി CN ബാലകൃഷ്ണൻ, IM വിജയൻ, ജോപോൾ അഞ്ചേരി, CV പാപ്പച്ചൻ എന്നിവരും പാലക്കാട്ട് അങ്ങനെ ഒരുപാട് പ്രശസ്തർ ഫുൾ പങ്കെടുക്കുന്നുണ്ട്. വായിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കുറെ എന്താ പറയാ രാഷ്ട്രീയ രംഗത്തും അതുപോലെ കലാരംഗത്തും എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാരൊക്കെ നാളെ ഈ റൺ കേരള റൺ എന്ന് പറഞ്ഞതിലേക്ക് വാർത്തയാണ്. അതുപോലെ നല്ലൊരു ഫോട്ടോ ഇവിടെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. തോട്ട് വിൽ ഷെയർ ജസ്റ്റ് വിത്ത് യു. കാണാൻ കുറെ കൊച്ചു കൂട്ടുകാരാണ്, പക്ഷെ എല്ലാവരുടെ ഏറ്റവും ഫണ്ണി ഫേസസ് കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഫണ്ണി ഫേസസ്, യങ് വോളണ്ടിയേഴ്സ് വിത്ത് little helpers make their best funny faces while posing with nearly 1,000 bagged bologna sandwiches they made at Neshoba Unitarian Universalist Church on Sunday in Memphis. And to be passed out at the first Presbyterian Soup Kitchen. The monthly service project is an important part of the Little Helpers mission to help kids understand the value of volunteering. കൊച്ചു കൂട്ടരെ ഭയങ്കര വോളണ്ടിയറിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെയാലും നല്ലൊരു ക്യൂട്ട് ഫോട്ടോയാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം എന്ന്. കാരണം ലോട്ട്സ് ഓഫ് സ്കിഡിങ് കേസസ് ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ കുറെ ഇപ്പം നമുക്ക് ബ്രേക്ക്
പിടിക്കാൻ കിട്ടത്തില്ല, കാരണം റോഡ്സ് ആർ സോ സ്ലിപ്പറി. അതുകൊണ്ട് തന്നെ പറയുന്നത് കുറച്ച് പതുക്കെ പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻസ് ഫേസിംഗ് ഇൻ US ആസ് വെൽ. ഫ്രീസിംഗ് റെയിൻ മേക്സ് US റോഡ്സ് സ്ലിക്ക് and 4 killed. 4 പേരാണ് മരിച്ചിരിക്കുന്നത് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രം ന്യൂയോർക്ക്. Rain flash freezing on roads and sidewalks left an icy glaze under feet and tires across much of the northeastern US on Sunday, causing crashes that claimed at least 4 lives. A crash involving 30 to 50 vehicles on an interstate highway outside Philadelphia killed 1 person and 2 others died in a crash involving multiple vehicles on a nearby interstate highway, police said. In Connecticut, police cited slippery conditions in a crash that killed an 88-year-old woman. അപ്പം ഭയങ്കര കഷ്ടമാണ്. മെയിൻലി ഹൈവേസിലാട്ടോ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി വെഹിക്കിൾ ഒന്നിച്ച് ഉണ്ടായ അപകടങ്ങളിൽ ഇത്രയും പേരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം വണ്ടി വരുവാണെങ്കിൽ ഇപ്പം പെഡിസ്ട്രിയൻ ക്രോസിംഗിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, പെഡിസ്ട്രിയൻ ക്രോസിംഗിൽ പോലും ശ്രദ്ധിക്കുക. കാരണം വണ്ടികൾക്കൊന്നും പിടിച്ചാൽ ചിലപ്പോൾ അവിടെ ബ്രേക്ക് കാണുന്നില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കംപ്ലീറ്റ്ലി റോഡൊക്കെ വേക്കൻറ്റ് ആകുമ്പോൾ ക്രോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലൊരു പാട്ട് ഇനി കുറെ ന്യൂസ് ഒക്കെ ബാക്കി നിൽക്കുകയാണ്. എന്തൊക്കെ നല്ലൊരു പാട്ട് കാണാം. To win a couple pass to go to Latino Circle, ഒരു മെഗാ ഇവന്റ് ആണ്. ബിക്കോസ് ഓരോ ടിക്കറ്റിനും 250 ദിർഹം ആണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കൊച്ചു കുട്ടിക്കും കൂടെ പോകാം, ഫാമിലി കൊണ്ടുപോകാം. സോ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ അബുദാബി. അബുദാബിയിൽ നടക്കുന്ന ഒരു സർക്കസ് ഇവന്റ് ആണ്. അപ്പൊ അതിലേക്ക് പോകണമെങ്കിൽ, അതിലേക്ക് ടിക്കറ്റ് ഉള്ള ഈ ലക്കി കോൺടെസ്റ്റിന് വിന്നർ ആവണമെങ്കിൽ യു ഹാവ് ടു ആൻസർ ദിസ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ടു us. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2014 നോബൽ പ്രൈസ് നേടിയ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അയക്കുക. നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. കാരണം 3537ലേക്കാണ് അയക്കേണ്ടത്. ഒരാൾക്ക് ഇതിലുള്ള വിന്നർ ആരാണ് ലക്കി വിന്നർ ഓഫ് ദി ഡേ എപ്പിസോഡ്. ഡേ ഒന്നല്ല കേട്ടോ, എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ വിന്നറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, NTV സ്പേസ് നിങ്ങളുടെ ആൻസർ സ്പേസ് യുവർ നെയിം. ഇവിടെ നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നതൊക്കെ കൂടുതലും കറക്റ്റ് ആണ്. ബട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഇത്ര ചെറിയൊരു പേരല്ലേ, അതിൽ ഇപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി എങ്ങനെയാ? അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാ, നമുക്ക് നല്ലൊരു പാട്ട് കാണാം. അപ്പൊ അതോടൊപ്പം